ഛർദ്ദിക്കില്ല. ആദ്യഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ വൈറസ് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പൊ നമ്മൾ എന്താ ഓർക്കുക, ഇതൊരു സാധാരണ പനിയല്ലേ അല്ലേ, ചിലപ്പോൾ പാരസിറ്റമോൾ കഴിയണമെങ്കിൽ അതാണ് കൊടുക്കും. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി മാറിയെങ്കിൽ അപ്പോഴാണ് ഡോക്ടറിലേക്ക് പോവുക അല്ലേ. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് എന്താ വിചാരിക്കുക, ഇവിടെ നമ്മളിവിടെ ജപ്പാൻ ജ്വരം എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കുറച്ച് വർഷങ്ങൾ നമുക്ക് തലച്ചോറ് ബാധിക്കുന്ന ഒരു അസുഖം ഇവിടെ ഉണ്ടായി. എന്തായിരുന്നത്? നമ്മുടെ തിരുവാലി ബ്ലോക്കിലൊക്കെ ഉണ്ടായില്ലേ, അമീബിക് മസ്തിഷ്ക ജ്വരം. എല്ലാവരും കേട്ടിരുന്നില്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം. അതിന്റെ കൂടെ നമുക്ക് വേറൊരു വലിയൊരു അസുഖം ഉണ്ടായിരുന്നു അല്ലെ, 2022-23 നിപ്പ അല്ലെ, ഒരു സ്റ്റാഫ് നഴ്സ് മരിച്ചൊക്കെ പോയതാണ്, ഓർമ്മയുണ്ടോ? അപ്പൊ നിപ്പ. ഈ 2 വൈറസ് ബാധയും നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ വാക്സിനേഷൻ ഇന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലും കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും വരാൻ കാരണം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പഠനത്തിൽ 27 മരണങ്ങൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വിചാരിച്ചിട്ട് വന്നവരൊക്കെ മരിക്കാന്നല്ല അർത്ഥം കേട്ടോ. അപ്പോ ഇത് വന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടായി, ഞാൻ ഈ പറഞ്ഞ ഈ അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇതിന് കൊടുക്കണം അല്ലെ. അപ്പൊ ഡോക്ടർക്ക് നമ്മൾ കൊണ്ടുപോയി, അത് നമുക്ക് മനസ്സിലാവുന്നില്ല, ഡോക്ടർ ചെറിയ ആന്റിബയോട്ടിക് കൊടുത്ത് തിരിച്ചു വിട്ടു. വീണ്ടും കുട്ടിക്ക് എന്തായാലും തലച്ചോറിലോട്ട് ക്രമേണ ബാധിച്ചാൽ പിന്നെ ഉണ്ടാവുന്നത് അപസ്മാരം, നമ്മളുടെ ഒരു പരിഭ്രാന്തി, കോച്ചി വലിത്തം, അങ്ങനെ ബോധക്ഷയം. ഇത് തലച്ചോറ് ബാധിച്ചാൽ വരുന്ന ലക്ഷണങ്ങളാണ് ഇത്. ഈ ഒരു സ്റ്റേജിലോട്ട് കടന്നു കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇത് നമുക്കൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്തിന്? ജപ്പാൻ ജ്വരത്തിന്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ കൊടുക്കുക? ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് എന്താ കൊടുക്കുക? സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റാ കൊടുക്കുക. പനി ഉണ്ടെങ്കിൽ പനിക്കുള്ള മരുന്ന്, വയറുവേദന വന്നാൽ വയറുവേദനയ്ക്കുള്ള മരുന്ന്, തലച്ചോറിനെ ബാധിച്ചു നമ്മളെ ബോധക്ഷയം ഉണ്ടായാൽ നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി എടുക്കാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇതിനുള്ള മരുന്ന് എന്തേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കാന്ന് വിചാരിക്കുക. അത് നമ്മുടെ പഠനങ്ങളുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് 30% മുതൽ 60% വരെ ആൾക്കാർ മരണത്തിൽ കീഴ്പ്പെടുന്നു. 50%-ഓളം ആൾക്കാർക്ക് വൈകല്യങ്ങളോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. എന്ത് വൈകല്യം? നമുക്കൊരു മന്ദത വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ നമ്മൾ തമാശയായി പറഞ്ഞല്ല, നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ പല സ്ഥലങ്ങളിലും ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ്. ഇത് വൃത്തിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി അസുഖം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല, പ്രിവെൻഷൻ ആണ് എപ്പോഴും നമ്മൾ കൊടുക്കാറ്. അപ്പൊ ഈ പ്രിവെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് കൊടുക്കേണ്ട പ്രിവെൻഷൻ എന്തൊക്കെയാ? ഈ അസുഖം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കൊതുക് വഴിയാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ കൊതുക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം അല്ലെ. അപ്പൊ ഒരു മനുഷ്യരിൽ നിന്ന് ഒരു മനുഷ്യരിലേക്ക് ഇത് പകരുന്നില്ല. അപ്പൊ എനിക്ക് ഇത് അസുഖമുണ്ട്, ഈ ചേച്ചിയുടെ എൻ്റെ ഒപ്പം ജീവിക്കുന്നു, എന്റെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്റെ തോർത്തൊക്കെ ഉപയോഗിച്ച് നോക്ക്, അങ്ങനെ പകരില്ല. പിന്നെ എങ്ങനെ പകരുക? അസുഖമുള്ള ഒരു ജന്തുവിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ കൊതുക് കുത്തിയിട്ട് ആ കൊതുക് വഴിയാണ് നമുക്ക് പകരുന്നത്. ക്യൂലെക്സ് എന്ന് പറയുന്ന കൊതുക് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത് പകർത്തുന്നത്. ക്യൂലെക്സിൽ വിഷ്ണു ഇ എന്നൊരു നാമധേയമുള്ള കൊതുകാണ്. ഈ കൊതുകുകൾ പൊതുവെ നമ്മളെ ചിരി വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കേട്ടപ്പോ ചിരിച്ചു, വിഷ്ണു പേപ്പറൊക്കെ പെട്ട പാടായിപ്പോയി. അപ്പം ഇത് കൂടുതലായിട്ടും 6 മണി മുതൽ 8 മണി വരെ വൈകുന്നേരങ്ങളിലും രാവിലെ 3 മണി മുതൽ 6 മണി സമയത്താണ് ഈ കൊതുകുകൾ പുറത്തിറങ്ങുന്നതും കുത്തുന്നതും. അപ്പൊ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് കൊടുത്ത് ആ സമയം കൊതുകിനെതിരെയുള്ള കുട്ടിക്കുള്ളിലേക്കോ എന്തെങ്കിലുമൊക്കെ കുത്തിവെച്ച് നമ്മൾ കൊതുകുകളെ പ്രതിരോധിക്കുക എന്നതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മള് ഇവിടെയൊന്നും അങ്ങനെ നെൽകൃഷി പാടങ്ങളൊന്നും അധികം ഇല്ല അല്ലെ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റൊക്കെ ഈ വാക്സിൻ 2009 മുതൽ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനാണ്. നമ്മളിവിടെ കൊടുക്കുന്നില്ലേ കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞ 5 വയസ്സ് വരെ വാക്സിനില്ലേ. അതിന്റെ കൂടെ തന്നെ 9ാം മാസത്തിലും 2 വയസ്സിലും കൊടുക്കുന്ന വാക്സിനാണ് ഇത്. എവിടെ? ആലപ്പുഴയും തിരുവനന്തപുരം. കാരണം അവിടെയൊക്കെ നെൽകൃഷി പാടങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ട് നെല്ലിലൊക്കെ പെട്ടെന്ന് ഈ കൊതുക് വളരുന്നത് കൊണ്ട് നമുക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഇത് ഉണ്ടാവാൻ നമ്മൾ ഇത്രയും നാളും പറഞ്ഞിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം 6 മാസം പ്രായമായ ഒരു കുട്ടി
മരണപ്പെട്ടു. കാരണം നമ്മൾ അന്വേഷിച്ചു പോയപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നു. അത് തിങ്ങി പാർക്കുന്ന സാഹചര്യമാണ്. ബാത്റൂമുകളും കിണറുകളും തമ്മിലൊക്കെ ഒരു 10 അടിയെങ്കിലും 10-15 അടിയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകാൻ